നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് കയറി വരുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ മല്ലികയാട്ടോ. നിറയെ മല്ലികയുണ്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് ചെട്ടി വരുന്നത്. ചെട്ടിയുടെ തന്നെ വേറൊരു വേർഷൻ എന്ന് പറയാം. അതാട്ടോ ഇത് വളരെ ഭംഗിയുള്ളതാണ്. നമ്മളൊക്കെ ഗാർഡനിൽ ഇതും ചെട്ടി തന്നെ ഒരു സംഭവം ചെട്ടിയാണ്. ഇത് വേറൊരു മോഡലാണ്. ഇപ്പൊ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഈ ഒരു സംഭവമാണ്. ബാക്കിയൊക്കെ ഓറഞ്ച്. ഞങ്ങൾക്കൊക്കെ ഇത് ഓറഞ്ച് ചെട്ടിയാണ്. ഒരു മഞ്ഞച്ചട്ടിയായിട്ടാണ് തോന്നുന്നത്. അവൻ്റെ കണ്ണൊന്ന് നമുക്ക് പരിശോധിക്കണം. അതിൻ്റെ ചെട്ടിത്തൈ ഇതിൻ്റെ ചെട്ടിത്തൈ തമ്മിൽ നല്ല ഡിഫറെൻ്റ് ആണ് കേട്ടോ. വളരെ ഡിഫറെൻ്റ് ആണ്. ഇനി മല്ലികയിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് മാറി വരൂ. എന്നോട് പോകുമ്പോൾ നോക്കി മല്ലികയിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും പറിക്കാനൊന്നും പാടില്ല. ഞാൻ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് മാത്രം പറിച്ചതാട്ടോ. ഇവരുടെ വരുമാന മാർഗമാണ്. അപ്പം നമ്മളിത് പറിച്ചിക്കാൻ കളിക്കുന്ന രീതിയില്ല. പക്ഷെ പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ. നമ്മൾ എൻട്രി ഫീസ് കൊടുത്തിട്ടാണ് വരുന്നത്. നമ്മളോട് പറിക്കരുത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പറിച്ചത്. അതെ, ഇതാണ് കയറി വരുന്ന എൻട്രൻസിലുള്ള ഒരു കാഴ്ചയെന്ന് പറയുന്നത്. മല്ലിയും വേറൊരു മോഡൽ തെച്ചിയല്ല ചെട്ടി. നേരത്തെ ഞാൻ തെച്ചി എന്നാണോ പറഞ്ഞതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ചെട്ടി. അപ്പം അങ്ങനെയാണ് ഇത്. അങ്ങോട്ടെ ഇനി അതെ, സ്വർഗം കാണാൻ ആഗ്രഹമുണ്ടോ? മരണാനന്തര ആ സ്വർഗമല്ല ഞാൻ പറഞ്ഞത്. പോണം ഭൂമിയില്ല സ്വർഗം. മല്ലിത്തോപ്പ് കണ്ടോ ഗൈസ്? എത്ര മനോഹരമാണ് എന്നറിയോ ഈ ഒരു സംഭവം. കണ്ടോ? ഇത് സ്ഥലം വരുന്നത് ഗുണ്ടിൽപേട്ടാണ്. ഇപ്പം നമ്മുടെ ഓണമായതുകൊണ്ടുള്ള കൃഷിയാണ് കേട്ടോ. മല്ലിക കൃഷിയാണ്. അതാണിത്. ഇവിടെ നിറയെ മല്ലിയാണുള്ളത്. അവിടുന്ന് അങ്ങോട്ടൊക്കെയാണ് ചെട്ടിയുള്ളത്. അപ്പോൾ ഭൂമിയിലെ സ്വർഗം കാണേണ്ടവർ എത്രയും പെട്ടെന്ന് ഗുണ്ടിൽപേട്ടേക്ക് പോകുന്നോളൂ. ഇവിടെ വന്നാൽ എന്ത് വിഷമവും സങ്കടം ഉണ്ടെങ്കിൽ നല്ല പീസ്ഫുള്ളായിട്ട് റിലാക്സ് ആയിട്ട് നമ്മുടെ വിഷമങ്ങളൊക്കെ ഈ പൂക്കൾക്ക് കൊടുത്തിട്ട് നമുക്ക് തിരികെ നല്ല കൂളായിട്ട് പോവാം. അപ്പോൾ കാണേണ്ട ആൾക്കാരുണ്ട്, എത്രയും പെട്ടെന്ന് വന്നോളൂ. ഇത് ഈ ഒരു അത്തം 10 വരെ ഉണ്ടാവുള്ളൂ. അതിൻ്റെ മുമ്പായിട്ട് വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അങ്ങനെ ഈ പൂന്തോട്ടത്തിനോട് വിട പറയുകയാണ്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. ഒരുപാട് സമയം ചെയ്തു. ഭയങ്കര റിലാക്സേഷൻ കേട്ടോ. പൂക്കളൊക്കെ കണ്ടു, പറിച്ചു. പൂക്കളെ കണ്ടാൽ പറിക്കാനൊന്നും തോന്നൂല കേട്ടോ. പക്ഷേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എൻട്രി ഫീസൊക്കെ കൊടുത്തിട്ടാട്ടോ കയറിയത്. ഇനി വെറുതെ കയറിപ്പോയി പറിച്ചു എന്നൊന്നും പറയണ്ട. ഒരുപാട് അയ്യോ പൂവൻ്റെ അടുത്ത് കോട്ട് നിൽക്കുന്നില്ല. ചെട്ടി കണ്ടു കഴിഞ്ഞു. അടുത്തത് സൂര്യകാന്തിപ്പാടത്തേക്കാണ് വന്നത്. ഒരുപാടൊന്നും ഇല്ലാട്ടോ. പക്ഷെ ഇല്ലാന്നിട്ട് നമുക്ക് പറയാനും പറ്റൂല. അത്രമേൽ സൂര്യനെ നോക്കി മാടി വിളിക്കുന്നതാണ് നമ്മുടെ സൂര്യകാന്തി. സൂര്യൻ എവിടെയാണുള്ളതെന്നുള്ളത് ഇപ്പം ഞാൻ സൂര്യനോടൊന്ന് ചോദിക്കേണ്ടി വരും. നീ എൻ്റെ കയ്യിൽ നമ്പറിൻ്റെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പം അതെ കടന്നല് ഈ പൂവിലുണ്ടാകുന്ന ആ പൂമ്പാറ്റുണ്ടല്ലോ, അത് കൊത്തുമെന്നുള്ളൊരു പേടി. അപ്പം അതേ നമ്മുടെ സൂര്യകാന്തിപ്പാടത്താണ് ഇപ്പം നമ്മൾ. എന്ത് രസമല്ലേ? അപ്പം അവിടെയാണ് തെച്ചിയും ജമന്തിയും ഒക്കെ ഉള്ളത്. ഇവിടെ സൂര്യകാന്തിപ്പാടവുമാണുള്ളത്. സ്വർഗം കാണാൻ ആഗ്രഹമുണ്ടോ? അതെ, നമ്മുടെ ഉസ്താദുമാർ പറയണ മരണാനന്തര സ്വർഗം അല്ലേ കേട്ടോ. നമ്മുടെ ഭൂമിയിലും കുറേ സ്വർഗങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കറിയാവോ? ഭൂമിയിലെ സ്വർഗം കണ്ടു മടുത്തതിന് ശേഷം പോരെ മരണാനന്തര സ്വർഗത്തിലേക്ക് പോകുന്നൊരു പോക്ക്. ഭൂമിയിലെ സ്വർഗം ഞാൻ കാണിച്ചു തരാം. ദേ കണ്ടോളൂ. ഇതാണ് നമ്മുടെ ഭൂമിയിലെ സ്വർഗം എന്ന് പറയുന്നത്. എന്ത് രസമാണ് കാണാനെന്നറിയോ? വളരെയധികം മനോഹരമായിട്ടുള്ളൊരു സംഭവമാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും
മരണാനന്തര സ്വർഗത്തിലേക്ക് കാത്തു നിൽക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഭൂമിയിലുള്ള സ്വർഗങ്ങളൊക്കെ ഒന്ന് ആസ്വദിച്ച് വരട്ടെ എന്ന് കരുതി അങ്ങനെ വന്നതാണ്. ഇതേ എന്ത് മനോഹരമാണെന്നറിയോ, ഒരു രക്ഷയില്ല. ഇതൊക്കെ കണ്ട് മടുത്തതിന് ശേഷം പോരെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ അല്ലെ നരകത്തിലെ വിറകുകൊള്ളിയാകുമോ എന്നൊക്കെ അറിയാൻ പോകുന്നത്. ഏതായാലും വളരെയധികം സന്തോഷമാണ്. ഇവിടെയൊക്കെ വന്നാൽ തന്നെ നമ്മുടെ മനസ്സിലുള്ള വിഷമവും സങ്കടങ്ങളും ഒക്കെ എതിലെ പോയി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റൂല, അത്രയും മനോഹരമാണ്. അപ്പം എല്ലാവർക്കും കാണണമെങ്കിൽ എത്രയും പെട്ടെന്ന് വരിക. ഗുണ്ടിൽപേട്ടയിലാണ് ഈ ഒരു സ്ഥലം ഉള്ളത്. വന്ന് കണ്ട് ആസ്വദിച്ച് തൃപ്തി അടങ്ങി പോവുക. ഓക്കെ, ടാറ്റാ. അങ്ങനെ ദേ പൂപ്പാടത്തിനോട് യാത്ര പറയാണ്. മല്ലികത്തോട്ടത്തിലാണ്. ദേ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയ ജമന്തി തോപ്പ് കാണണമെങ്കിൽ നമ്മളിപ്പോൾ അവിടെ നിന്നാട്ടോ വന്നത്. എന്ത് മനോഹരാന്നറിയോ, ഇത്ര സ്ഥലങ്ങളിലാണ് അത് ഉണ്ടാക്കിയെന്നറിയോ. ഇവിടെയൊക്കെ ജമന്തി ഉണ്ടായിരുന്നു കേട്ടോ, അതവർ പറിച്ചു. അവരുടെ കൃഷിയാണല്ലോ, നമ്മുടെ സീസണാണല്ലോ. അപ്പം മല്ലിക കണ്ടു, ജമന്തി കണ്ടു. ദേ സൂര്യകാന്തിനോടും യാത്ര പറയാണ്. അതേതാ സൂര്യകാന്തിനോടും യാത്ര പറഞ്ഞു. എന്ത് മണമെന്നറിയോ, തലക്ക് ഇങ്ങോട്ട് കയറുന്നൊരു സ്മെല്ലാണ് ഗൈസ്. മൂക്ക് വലിയുണ്ടോ, ഭയങ്കര മണമാണ്. അപ്പം ഇതിനോടൊക്കെ നമ്മൾ യാത്ര പറഞ്ഞുകൊണ്ട് ദേ അപ്പോൾ ഗുണ്ടിൽപേട്ടിൽ വന്നത് എന്തിനായിരുന്നു എന്ന് വെച്ചാൽ ഈ മനോഹരമായിട്ടുള്ള അല്ല മനോഹാരിത നിറഞ്ഞ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അതൊക്കെ കണ്ടു ആസ്വദിച്ചു, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തു. എന്നതിന് ശേഷം നമ്മളിതേ ഇവിടെ പറയാൻ പോവുകയാണ്. കൂടെ കൂട്ടണം എന്നുണ്ട്, പക്ഷേ കൃഷി ചെയ്യുന്ന ആൾ നമുക്ക് തരൂലാലോ. ഈ ചെട്ടി പോലെയും മല്ലിക പോലെയൊന്നും അല്ല. അപ്പോൾ നേരത്തെയൊക്കെ പൂവിൻ്റെ പേര് മാറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ചെട്ടി എന്നുള്ളത് മല്ലിക എന്നാക്കിയിട്ടുണ്ടോ, ജമന്തി എന്നാക്കിയിട്ടുണ്ടോ, അങ്ങനെ പല പല സംശയങ്ങളും ഉണ്ട്. പൂവിനെ കണ്ടു വെക്കുമ്പോൾ പേരൊക്കെ മറന്നു പോണേ. അപ്പം പൂന്തോട്ട വിശേഷങ്ങൾ ഇതാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ വയ്യേ തരാം കേട്ടോ. ഓക്കെ, ടാറ്റാ. അവിടെ നിന്നൊക്കെ മഞ്ഞച്ചട്ടി കണ്ടില്ലല്ലോ എന്നുള്ളൊരു സങ്കടമായിരുന്നു. മഞ്ഞച്ചട്ടി കാണിച്ചു ഇനി മഞ്ഞച്ചട്ടി കണ്ടില്ല എന്നാരും പറയണ്ട. ദാ മക്കളെ മഞ്ഞച്ചട്ടി. എന്ത് രസമാണ്. അവിടുന്ന് കുറച്ചിങ്ങ് പോകുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞച്ചട്ടിക്ക്. പൂപ്പറിക്കണമെന്നുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു. എന്താ രസം. ഗുണ്ടിൽപേട്ട കേട്ടോ സ്ഥലം. പറഞ്ഞല്ലേ നോക്ക് മക്കളെ, ഈ ഒരു പൂവിന്റെ ഒരു വലിപ്പം നോക്ക്. എന്ത് വലിപ്പാന്നറിയോ, ഒരു എന്താ പറയാ, നമ്മള് ഡാലിയൊക്കെ ഉണ്ടല്ലോ, ഡാലിയന്റെ അത്ര വലിപ്പുണ്ട് ഗൈസ്. ഇതൊക്കെ നോക്കിയേ. ഈ ഓറഞ്ച് ചെട്ടി ചെറുതാട്ടോ, പക്ഷെ യെല്ലോ എത്ര വലിയ പൂവാണെന്നറിയോ. ഇതൊക്കെ ദേ ഇങ്ങനെ തലയിൽ വെച്ചിട്ട്
പോണം. എന്താ ഭംഗി അറിയോ, നിക്കൂലാന്ന് തോന്നുന്നു. എന്ത് ഭംഗിയാന്നറിയോ. അതേ പോയി. ഞാൻ ഓൾറെഡി ഈ ഭാഗത്ത് അപ്പുറത്തുനിന്നൊരു ചെട്ടി പറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വലിപ്പം കണ്ടപ്പോ നിങ്ങളടുത്ത് കാണിച്ചു തരാതിരിക്കാൻ വയ്യ. അത്രമേൽ വലിപ്പമുണ്ട് കേട്ടോ. വലിയ പൂവാണ്. ഇവിടെ ഈ യെല്ലോ ചെട്ടി എന്ന് പറയുന്നത് വലിയ പൂവായിട്ടാ. നമുക്ക് അവിടെയൊക്കെ ഓറഞ്ച് ചെറുതായിരുന്നേ, പക്ഷെ യെല്ലോ അങ്ങനെയല്ല ഗൈസ്, ഒട്ടുക്കമ്മളുടെ വലിപ്പാണ്. മഞ്ഞ ചെട്ടി എന്ത് രസാന്നറിയോ കാണാന്. ഇത്ര വലിയ പൂവോന്നറിയോ ഗൈസ്. നമ്മുടെ ഓറഞ്ച് ചെട്ടീനെ പോലെ ഒന്നല്ല, വലിയ പൂവാ. ഓറഞ്ച് ചട്ടി ഉണ്ട് കേട്ടോ ഇപ്പുറം. ഇതാ ഇവിടെ ഓറഞ്ച് ചട്ടിയുണ്ട്. ഓറഞ്ചും യെല്ലോയും കൂടി കാണാൻ എന്ത്. ഈ യെല്ലോ എന്ന് വെച്ചാൽ വല്ലാത്തൊരു കണ്ണ് കുത്തുന്നൊരു യെല്ലോ. എന്ത് രസമാണെന്നറിയോ. ഇവിടെ ഫുള്ള് ഇതാണ്. ഭയങ്കര ഭംഗി മക്കളെ, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാ. ഒന്ന് വളരെയധികം മനസ്സിന് സന്തോഷകരമായിട്ടുള്ളൊരു ദിവസം എന്ന് പറയാൻ ഇന്ന് ശരിക്കും ഞാൻ സ്വർഗത്തിൽ പോയ ദിവസമാണ്. എനിക്കിതൊക്കെയാണ് സ്വർഗമായിട്ട് തോന്നുന്നത്. മറ്റു പലർക്കും പാലൊഴുകുന്ന പുഴയും പൂറിമാരും ആപ്പിള് കഴിക്കുന്ന മരവും ഒക്കെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ടേ ഈ പൂന്തോട്ടത്തിൽ ഒരു പൂമ്പാറ്റയെ പോലെ ഓടി നടക്കുമ്പോൾ അതിനേക്കാളും വലിയ സന്തോഷം എവിടെ നിന്ന് കിട്ടാനാ ഗൈസ്. സൂപ്പർ. ഇത് ഹത്തം തീരുന്നതിൻ്റെ അടുത്ത് കാണണമെന്നുണ്ടായേ ഓടി വന്ന് കണ്ടോളൂ കേട്ടോ. ഓക്കെ.